ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഇന്നലെ പുറത്തു വന്നു കഴിഞ്ഞു. ഏകദേശം നമ്മുടെ എക്സിറ്റ് പോള് അല്ലെങ്കിൽ അങ്ങനെയുള്ള രാഷ്ട്രീയ വിശകലനങ്ങളെ എല്ലാം തന്നെ തള്ളിക്കളയുന്ന തരത്തിലുള്ള ഒരു ഫലപ്രഖ്യാപനമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു ഗതിമാറ്റത്തിന് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഇടയാക്കുമെന്നുള്ള ചില ചിന്തകളുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ നിന്ന് സംസാരിക്കുന്നത് പത്രപ്രവർത്തകനായ ശ്രീജിത്ത് ദിവാകരനും കെ ഷാഹിനെയാണ്. രണ്ടുപേർക്കും സ്വാഗതം. ആദ്യം ഞാൻ ശ്രീജിത്തിൽ നിന്ന് തുടങ്ങാം. ഒന്ന്, ഇന്നലത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏത് നിലയിലാണ് നമുക്ക് പ്രാഥമികമായിട്ടുള്ളൊരു നിലയിലുള്ള വിലയിരുത്തൽ നടത്താൻ പറ്റും? അല്ല, പ്രാഥമികമായിട്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഈ ജനാധിപത്യത്തിലേക്ക് ഉള്ളൊരു തിരിച്ചു പോക്കിനുള്ള ഒരു അവസരം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഒരു 3 മാസം മുമ്പോ അല്ലെങ്കിൽ 6 മാസം മുമ്പോ നമുക്ക് വിചാരിക്കാൻ പറ്റാത്ത ഒരു റിസൾട്ടായിരുന്നു ഇത്. 2047 ഇന്ത്യ സ്വാതന്ത്ര്യത്തിൻ്റെ 100-ാം വർഷം ആഘോഷിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന് തീരുമാനമെടുക്കാനായിട്ട് മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകുന്ന തരത്തിലാണ് കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അടുത്ത കാലത്തൊന്നും ഇവർക്ക് ഭരണം കൈവിട്ടു പോകുമെന്നോ ഏതെങ്കിലും തരത്തിലൊരു ഭരണത്തിന് മാറ്റത്തിനൊരു സാധ്യതയുണ്ടെന്നോ ഉള്ള ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. ഡിസംബർ മാസത്തിൽ നടന്നിട്ടുള്ള ഹിന്ദി ഹൃദയഭൂമിയിൽ നടന്നിട്ടുള്ള 3 സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർക്കുണ്ടായിട്ടുള്ള വലിയ വിജയം ഇതിനൊരു അടിവരയിടുകയും ചെയ്തു. അപ്പോൾ അത്തരം ഒരു അവസ്ഥയിൽ നിന്ന് ഒരു വളരെ സുശക്തമായിട്ടുള്ളൊരു പ്രതിപക്ഷം ഉണ്ടാകുന്ന ഒരു തരത്തിലേക്ക് ഏതാണ്ട് ഫലപ്രഖ്യാപനത്തിൻ്റെ ഒരു മധ്യഭാഗത്തെത്തുമ്പോൾ ഒരുപക്ഷെ മറ്റ് ഗവൺമെൻറ് താഴെ പോവുകയും പ്രതിപക്ഷം ഭരണത്തിലേക്ക് വന്നേക്കുമെന്നുള്ളൊരു സൂചന പോലും ഉണ്ടാകുന്ന തരത്തിലേക്ക് വലിയ അതിശക്തമായിട്ടുള്ളൊരു പോരാട്ടം ഇവിടെ പ്രതിപക്ഷ കക്ഷികൾ നടത്തി. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ ഒരു കാര്യം ഒറ്റ വാക്കിൽ നമ്മൾ പറഞ്ഞു നിർത്തുകയാണെങ്കിൽ എന്തായാലും ഈ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് ഒരു ശുഭപ്രതീക്ഷ നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇപ്പോൾ. എനിക്കും ഇങ്ങനെ തന്നെയാണ് തോന്നുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റിയൊരു കാര്യം, 1-ാം ഘട്ട പോളിങ്ങിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം അല്ല പിന്നീട് അങ്ങോട്ട് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും തന്നെ BJP അടക്കം പിന്നെ BJPയുടെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ 1-ാം ഘട്ട പോളിങ്ങിനോടടുപ്പിച്ചും അതിന് ശേഷവുമുള്ള ഘട്ടങ്ങളിൽ നാം കണ്ടത് BJPയുടെ ഇപ്പോൾ മോഡി അടക്കമുള്ള BJPയുടെ നേതാക്കന്മാർക്കുണ്ടായിട്ടുള്ള പരിഭ്രമം നമ്മൾ കണ്ടതാണ്. അത് രാജസ്ഥാൻ പ്രസംഗം പോലുള്ള അങ്ങേയറ്റം ഒരു പ്രധാനമന്ത്രി നടത്താൻ പാടില്ലാത്ത തരത്തിലുള്ള പ്രസംഗത്തിലേക്ക് വരെ അവരെ കൊണ്ടുചെന്ന് എത്തിക്കുന്ന തരത്തിലുള്ള ഒരു ഭയം അവരിൽ നമ്മൾ കണ്ടു. രാജസ്ഥാൻ പ്രസംഗം മുതൽ ഇങ്ങോട്ടുള്ള മുഴുവനുള്ള മോഡിയുടെ പോളറൈസിംഗ് ആയിട്ടുള്ള ഒരു സാധനം. അതെ, റിസൾട്ട് വന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് നേരത്തെ ശ്രീത്ത് പറഞ്ഞ പോലെ ഒരുപക്ഷെ നമുക്ക് കൈവിട്ടു പോയി എന്ന് നമ്മൾ ഭയന്ന ആശങ്കപ്പെട്ട ജനാധിപത്യം തിരിച്ചു വരുന്നതിൻ്റെ അത് വളരെ ഒരു കരുത്തോടു കൂടി തിരിച്ചു വരുന്നത്. പ്രത്യേകിച്ചും നമ്മൾ ഇനി ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനില്ല എന്ന് കരുതുന്ന സംസ്ഥാനങ്ങൾ പോലും UP പോലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടായിട്ടുള്ളൊരു തിരിച്ചുവരവ് എന്ന് പറയുന്നത് അതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രതീക്ഷ തരുന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം UP തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രതീക്ഷ തരുന്ന ഒരു സംഗതി. UP എന്താണോ അതാണ് ഇന്ത്യ എന്നുള്ളത് തന്നെയാണല്ലോ എത്രയോ കാലമായി നമ്മൾ പരിചയിച്ചു വരുന്നൊരു രാഷ്ട്രീയം. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം വളരെ പ്രതീക്ഷ തരുന്ന ഒന്നാണ്. BJP തന്നെ ഭരിക്കുമായിരിക്കും, പക്ഷേ എങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയും നമുക്ക് ഒരു പിന്നെ ജനാധിപത്യത്തിന് ഇവിടെ സ്പേസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അല്ല, നമ്മൾ മറ്റേ ഏതോ ഒരു പരസ്യം പറയുന്ന പോലെ ബ്രീത്ത് ഈസി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തി എന്നുള്ളൊരു സംശയമില്ല. അതിൽ ഷാഹിനെ പറഞ്ഞ പോലെ ഇപ്പോൾ UP ആയിരുന്നല്ലോ നിർണായകമായൊരു ഘടകം. അത് ശ്രീത്ത് UPയെ കുറിച്ചിട്ട് വളരെ കാലമായിട്ട് ഫോളോ ചെയ്യുന്ന ആളാണല്ലോ, അതിനെ എങ്ങനെ പറയുന്നത്? അല്ല, ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇന്നലെ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നുകൊണ്ടിരിക്കുമ്പോൾ ആലോചിച്ചൊരു കാര്യം, ഈ മുൻ പ്രധാനമന്ത്രിയും BJPയുടെ വലിയ നേതാവുമായിരുന്ന അടൽ ബിഹാരി വാജ്പേയി അവസാനമായി പങ്കെടുത്ത ഒരു പബ്ലിക് ഇവൻറ്റ് എന്ന് പറയുന്നത് 2006 BJP ദേശീയ കൗൺസിൽ യോഗത്തിൻ്റെ പൊതുയോഗമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള പൊതുയോഗത്തിൽ ലഖ്നൗവിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. 2007 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് അവർ ലഖ്നൗവിൽ അത് നടത്തിയത്. ഡിസംബർ 24-ാം തീയതി, അതായത് ക്രിസ്മസ് ഈവനിങ്ങിലായിരുന്നു ആ പരിപാടി നടക്കുന്നത്.
അന്ന് അപ്പോഴേക്കും ഈ വാജ്പേയിയുടെ പഴയ വലിയ കാൽപ്പനിക പ്രസംഗങ്ങളും മറ്റ് സംഭവങ്ങൾ അതിനൊക്കെ ചെറിയ ഇടിവൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം സംസാരിക്കുന്നതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഊന്നി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ദില്ലി കെ ലിയെ ഏക് ഹി രാസ്ത ഹൈ ഓ ലക്നൗ സെ ഹെ എന്നായിരുന്നു. ലക്നൗവിലൂടെ മാത്രം അഥവാ യു പിയിലൂടെ മാത്രമേ ഡൽഹിയിലേക്കുള്ളൊരു വഴിയുള്ളൂ, അധികാരം പിടിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് നിങ്ങൾ യു പി പിടിക്കുക എന്നുള്ളതായിരുന്നു. അത് അതിമനോഹരമായിട്ട് നടപ്പിലാക്കാനായിട്ട് ഈ അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും അവർ രണ്ടുപേരുടെയും കോമ്പിനേഷൻ സാധിച്ചു എന്നുള്ളത്. അത് ഇപ്പം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു സംഭവിച്ചതോ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായിട്ട് മറ്റേ എന്തെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഉരുണ്ടുകൂടിയതൊന്നുമല്ല. അത് സുഘടിതമായ പ്രവർത്തനം അഖിലേഷിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ 50 സീറ്റിൽ നിന്ന് 111 സീറ്റിലേക്ക് സമാജ്വാദി പാർട്ടി എത്തിയത് ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ്. അവിടെ മുതൽ അവർ അടിത്തറയിടുന്നുണ്ട്. അതുമാത്രമല്ല അവർ മുൻനിർത്തിയ വിഷയങ്ങൾ എത്ര തവണ ഈ മറ്റേ രാമക്ഷേത്രം, ഈ ആൻറ്റി മുസ്ലിം റെട്ടോറിക് ഇത് മുഴുവൻ ആവർത്തിച്ചിട്ടും മറ്റേ അഖിലേഷ് ആ ചർച്ചയിലേക്ക് പോയില്ല. വീണ്ടും ഒരേ കാര്യങ്ങൾ. ഒന്ന് അടിസ്ഥാനപരമായ കാര്യം അത് പുതിയ വാക്ക് തന്നെ ഉണ്ടാക്കില്ല. അതെ, പിച്ചട. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ പ്രശാന്ത് ത്രിവേദി എന്ന് പറയുന്ന ഡോക്ടർ പ്രശാന്ത് ത്രിവേദി എന്ന് പറയുന്ന ഒരു സോഷ്യൽ സയൻറ്റിസ്റ്റ് ഉണ്ട്. മറ്റേ ഉത്തർപ്രദേശിലെ പഴയ അവിഭക്ത ഉത്തർപ്രദേശിലെ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ആയിരുന്ന ആളാണ്. ഇപ്പോൾ വളരെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ പ്രശാന്ത് ഒരു ചർച്ചയിൽ പറയുണ്ടായിരുന്നു ഈ മറ്റേ UP ഇലക്ഷൻ ബാക്ക് ടു ദ ബേസിക്സിലാണ് ഇത്തവണ പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. ബാക്ക് ടു ദ ബേസിക് അതിഗംഭീരമാണ്. കാരണം ജാതിയാണ് UP നിർണ്ണയിച്ചത്. UPയുടെ മനുഷ്യർക്ക് ആത്മാഭിമാനം നൽകിയത്, അവിടെ വികസനം കൊണ്ടുവന്നത്, അവിടെ ഒരു സാമൂഹ്യ സുരക്ഷിതത്വം നൽകിയത് എല്ലാം ഈ ജാതിയെ അടിസ്ഥാനപ്പെട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ MI എന്നായിരുന്നല്ലോ പഴയ മറ്റേ ഇവരുടെ മുസ്ലിം. പറയുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അയോധ്യ ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഒരു ദളിത് സ്ഥാനാർത്ഥിയാണ് ജയിച്ചത്. ജനറൽ സീറ്റാണ്. മാത്രമല്ല ഇത്തവണ ആ കാൻഡിഡേറ്റ് സെലക്ഷൻ അവര് വളരെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളായിരുന്നു. ഒരുപാട്, അതായത് പിച്ചട എന്ന് പറയുന്നതില് ഒരു ഇതിലായിട്ട് ഇവര് ആ മുസ്ലിം, നേരത്തെ ഇത് പറയാൻ തുടങ്ങിയ സാധനം മുസ്ലിം യാദവ് കോമ്പിനേഷൻ എന്ന് പറയുന്നതിനെ അവർ എക്സ്പാൻഡ് ചെയ്യും. ആ ബേസ് അതായത് മുസ്ലിം യാദവ് എന്ന് പറയുന്ന MY എന്ന് പറയുന്ന കോമ്പിനേഷനെ പിച്ചട ദളിത് അല്പസംഖ്യക് എന്ന് പറഞ്ഞിട്ടുള്ള ദളിത് ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗം. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ OBC കാൻഡിഡേറ്റ്സിന് ഇത്തവണ സീറ്റ് കൊടുത്തത് SP ആണ്. അത് മാത്രമല്ല മറ്റേ ഇതിന് കൊടുക്കുമ്പോഴും യാദവർക്ക് ആകെ 5 സീറ്റേ കൊടുത്തിട്ടുള്ളൂ. മറ്റ് OBC മറ്റേ ആളുകൾക്ക് കൊടുത്തു. അപ്പോൾ പാസി എന്ന് പറയുന്ന വിഭാഗമാണ് ഈ ജാഡവ് എന്ന് പറയുന്ന മായാവതിയുടെ കാസ്റ്റ് ഉണ്ട്. ദളിത് കാസ്റ്റിൽ ഏറ്റവും കൂടുതലുള്ളത് ജാഡവുകളാണ്. ജാഡവ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് പാസി വിഭാഗമാണ്. ആ പാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു RK ചൗധരി എന്ന് പറയുന്ന കക്ഷി. RK ചൗധരി BSPയുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള നേതാവായിരുന്നു. RK ചൗധരി ഈ ഇലക്ഷന് മുമ്പ് വളരെ തന്ത്രപരമായിട്ടും വളരെ ശ്രമിച്ചിട്ടുമാണ് അഖിലേഷ് SP-യിലെത്തിക്കുന്നത്. ഇലക്ഷനിൽ നിർത്തുക മാത്രമല്ല, പുള്ളി മറ്റൊരു കേന്ദ്രമന്ത്രിയെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പൊ ആ രീതിയിലാണ് മറ്റേ ഇത് മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ ഇപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശ്ചിമ UP-യിൽ സഹ്റാൻപൂറിൽ മത്സരിച്ചിരുന്ന ഇമ്രാൻ എന്ന് പറയുന്ന മസൂദ് എന്ന് പറയുന്ന കാൻഡിഡേറ്റ് നേരത്തെ SP-കാരനായിരുന്നു. ഇപ്പൊ കോൺഗ്രസിലേക്ക് പോയി അവിടെ മത്സരിച്ചു. അവിടെ മത്സരിപ്പിക്കാൻ നിർദ്ദേശം കൊടുക്കുന്നത് അഖിലേഷ് യാദവ് തന്നെയാണ്. ഈ അടിയൊഴുക്ക് ഒരുപക്ഷെ BJPക്ക് മനസ്സിലായിരുന്നു എന്നതുകൊണ്ടായിരുന്നിരിക്കണം അവരുടെ ഈ ഒരു പരിഭ്രമം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതില് UP-യുടെ കാര്യം പറയുമ്പോഴത്തേക്ക് നമുക്ക് പ്രത്യേകം ഒന്ന് പറയേണ്ട കാര്യം മായാവതിയുടെ ഡിസപ്പിയറൻസ് കംപ്ലീറ്റ് ആയിട്ട് അത് ഭയങ്കര വ്യത്യാസം ഉണ്ടാക്കിയിട്ട്. കാരണം ഇത്തവണ എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ സംസാരിച്ച ഞാൻ ഷാഹിനൊക്കെ ആയിട്ട് സംസാരിച്ച വിഷയമാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇലക്ഷനിൽ ഉണ്ടായിട്ടുള്ളൊരു വലിയ ചർച്ച UP-യിൽ ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഈ 400 സീറ്റ് നേടും എന്നുള്ളൊരു വലിയ ഇത് BJP കൊണ്ടുവന്നതോടുകൂടി കോൺസ്റ്റിറ്റ്യൂഷനെ ഇവർ തകർക്കും. 3-2 ഭൂരിപക്ഷം ഇവർ നേടുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കാനാണെങ്കിലും ആ കോൺസ്റ്റിറ്റ്യൂഷൻ അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആരക്ഷണം അഥവാ സംവരണം ഇല്ലാതാവും. അപ്പൊ
സംവിധാനം എന്നവർ പറയുന്ന ഭരണഘടനയ്ക്കും ആരക്ഷനും വേണ്ടിയുള്ളൊരു യുദ്ധം ബേസിക്കലി ആരംഭിച്ചതോടുകൂടി BSPയിലെ ഒരു വലിയ വിഭാഗം ഇത്തവണ നമുക്ക് പ്രധാനപ്പെട്ട നമ്മുടെ പാർട്ടി ജയിക്കുക എന്നുള്ളതല്ല പ്രധാനം, മറിച്ച് BJP തോൽക്കുക എന്നുള്ളതാണ് പ്രധാനം എന്നുള്ളൊരു നിഗമനത്തിലേക്ക് BSP വരികയും BSPയുടെ ഒരു വലിയ വോട്ടർ ഇത് ബേസ് കോൺഗ്രസിലേക്കും SPയിലേക്കും എനിക്ക് തോന്നുന്നു നാഷണൽ ലെവലിൽ അതിനെക്കുറിച്ചിട്ട് ആദ്യം പറയുന്നത് യോഗേന്ദ്ര യാദവ് വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. ബാക്കി പലരും അദ്ദേഹത്തിന് അത് തള്ളിക്കളയാണ് ചെയ്തത് അതിൻ്റെ ഇതിൽ. പക്ഷെ ഇതിൻ്റെ ഒരു കൂട്ടത്തിൽ തന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ഈ ഒരു ഡിസ്കഷനിൽ ഒരു കാരണം കഴിഞ്ഞ 2014 ശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിച്ചത് മോഡി വിഭാവന ചെയ്ത ഹിന്ദുത്വവും അതിദേശീയതയായിരുന്നു. ഈ ഇലക്ഷനിൽ കണ്ട ഒരു പ്രകടമായ വ്യത്യാസം ഈ ഹിന്ദുത്വവും അതിദേശീയതയും പഴയതുപോലെ ഒരു ട്രാക്ഷൻ ഇല്ല എന്നുള്ളതിനാണ്. അതിന് പകരമായിട്ട് നേരത്തെ ശ്രീധു ചൂണ്ടിക്കാണിച്ചതുപോലെ ഭരണഘടന, അടിസ്ഥാനപരമായിട്ടുള്ള തൊഴിലില്ലായ്മ, പ്രൈസ് റൈസ്, അങ്ങനെ ബേസിക് ഇഷ്യൂസ് മുന്നിലേക്ക് വരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് ഇപ്പുറം ഇന്ത്യയിലുണ്ടായിട്ടുള്ള, ഇപ്പോൾ സേതു പറഞ്ഞ പോലുള്ള അടിസ്ഥാന പ്രശ്നങ്ങൾ, അതുകൂടാതെ ഇന്ത്യയിലുണ്ടായിട്ടുള്ള ജനകീയമായ മൂവ്മെൻറ്റുകൾ, ഇപ്പോൾ കർഷക സമരം അടക്കമുള്ള ജനകീയമായ മൂവ്മെൻറ്റുകൾ ഈ ഒരു ഇലക്ഷൻ റിസൾട്ടിലേക്ക് ഇന്ത്യയെ കൊണ്ടുവന്ന് എത്തിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. നോർത്ത് ഇന്ത്യ ശരിക്കും തിളച്ചുമറിയുകയായിരുന്നു കഴിഞ്ഞ എത്രയോ എത്രയോ വർഷങ്ങൾ. കർഷക സമരം, അതിനു മുമ്പുള്ള CAA സമരം, ഇതെല്ലാം സൗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ കുറെ ആശയപരമായ പോരാട്ടങ്ങൾ മാത്രമായിട്ടാണ് ഇവിടെ സ്ട്രീറ്റിലെത്തിയിട്ടില്ലായിരുന്നു. അതെ അതെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ മണ്ടി ഇല്ല, ഈ പറയുന്ന ഈ കർഷക ബില്ലുകളൊന്നും നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. അതേസമയം നോർത്ത് ഇന്ത്യ അതിൽ നിന്നൊക്കെ തികച്ചും വ്യത്യസ്തമായിട്ട് ശരിക്കും അടിസ്ഥാനപരമായ ഒരു മാറ്റത്തിലേക്ക് നോർത്ത് ഇന്ത്യയെ തള്ളിവിട്ടതിൽ ഈ ജനകീയ മൂവ്മെൻറ്റുകൾക്ക്, അത് ഡൽഹിയിൽ ഈ പറഞ്ഞ രൂപത്തിൽ നടന്ന സ്ത്രീകളുടെ നേതൃത്വത്തിൽ നടന്ന ഈ CAA സമരം മുതൽ, വിദ്യാർത്ഥി സമരങ്ങൾ മുതൽ, JNU അടക്കമുള്ള സർവകലാശാലകളിൽ നടന്ന വിദ്യാർത്ഥി സമരങ്ങൾ മുതൽ എല്ലാം കൂടി ഉണ്ടാക്കിയ ഒരു റിസൾട്ടാണ് അത്. അങ്ങനെ തന്നെ ഇതിനെ കാണണം. അങ്ങനെ നോക്കുമ്പോഴാണ് ഒരുപക്ഷെ മധ്യവർഗവും അടിസ്ഥാന വർഗവും ഒക്കെ ഒന്നിച്ചു ചേർന്ന് ഈ പറയുന്ന ഈ ഇന്ത്യയിൽ സാധാരണഗതിയിൽ ഇന്ത്യയിൽ റിക്ഷ വലിക്കുന്നവരും തെരുവിൽ കിടന്ന് ഉറങ്ങുന്നവരും ഒക്കെ ആയിട്ടുള്ള മനുഷ്യരും ഇന്ത്യയിലെ മധ്യവർഗവും തമ്മിലൊരു ഡിസ്കണക്റ്റ് ഉണ്ട് എല്ലാ കാലത്തും. പക്ഷേ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്ക് ഇപ്പുറം അവർക്കിടയിൽ ഒരു കണക്ഷൻ രൂപപ്പെട്ടു വന്നതായിട്ടാണ് നമ്മളതിനെ കാണേണ്ടത്. പ്രത്യേകിച്ച് യൂത്തിന്റെ അൺഎംപ്ലോയ്മെന്റ്, ഇപ്പൊ നമ്മുടെ ഏറ്റവും പുതിയ ഇതെന്ന് പറഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റ് വലിയ സീരിയസ് വിഷയമാണെന്നും, ഇപ്പൊ UPയിലും ബീഹാറിലും മറ്റേ മിലിറ്ററി റിക്രൂട്ട്മെന്റിൽ പോകാനായിട്ട് അഗ്നിവീർ വന്നതോടുകൂടിയിട്ടുള്ള പ്രോബ്ലംസ്, ഇതെല്ലാം തന്നെ വളരെ രൂക്ഷമായിട്ടുള്ള ഇതുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഈ ഒരു ഇതിൽ കൂടെ ഈ പൊളിറ്റിക്സിൻ്റെ ഇതിൽ വരുമ്പോഴത്തേക്ക് കോൺഗ്രസിനകത്തുനിന്ന് വളരെ ബോധപൂർവമായിട്ട് കോൺഗ്രസ് ചെയ്ത ഒരു നയവ്യത്യാസം, നേരത്തെ ഉള്ളതിന് വ്യത്യാസം, അവരൊരു അലയൻസിന്, അവർ ഇപ്പോൾ UPയിലും ബീഹാറിലും ഒരു പരിധിവരെ മഹാരാഷ്ട്രയിലും അവരൊരു ജൂനിയർ പാർട്ട്ണറായി നിന്നും കൊണ്ട് ഒരു അലയൻസിനെ രൂപപ്പെടുത്താനായിട്ട് അവർ മുന്നിട്ട് നിന്നു എന്നുള്ളതായിട്ട് ഇതിലൊരു ഡിഫറൻഷിയേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത്. അതിനെ എങ്ങനെ ഞാൻ അലയൻസിന് പറഞ്ഞതിന് തൊട്ട് മുമ്പ് ഈ കർഷകർ സമരത്തിൻ്റെ ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ മറ്റേ അഖിലേഷ് യാദവിനും ബാക്കി എല്ലാവർക്കും അവിടെ UPയിലൊക്കെ നടന്നിട്ടുള്ള വിജയത്തിന് അവരെയൊക്കെ അഭിനന്ദിക്കുമ്പോഴും, ഇവൻ കോൺഗ്രസിനെ അഭിനന്ദിക്കുമ്പോഴും, ഈ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, UP ഈ 4 സംസ്ഥാനങ്ങളിലും BJPക്ക് ഉണ്ടായിട്ടുള്ള ഒരു തിരിച്ചടിക്ക് നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർഷക സമരത്തോട് വലിയ നന്ദി പറയേണ്ടതുണ്ട്. കാരണം അത് സാധാരണഗതിയിൽ നമ്മുടെ ഇപ്പോഴത്തെ പല ചർച്ചകളിലും പരാമർശിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ കർഷക സമരത്തിന് ഉണ്ടായിട്ടുള്ള വലിയ ട്രാക്ഷൻ ആൾക്കാരിൽ നിന്ന് വന്നിട്ടുണ്ട്. പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും പ്രത്യേകിച്ച് നമുക്ക് ഉണ്ടായിട്ടുള്ള വലിയ മാറ്റം എന്ന് പറയുന്നത് ഈ ജാട്ട് സമൂഹത്തിന് ഒരുമിച്ച്, ജാട്ട്, ഗുജ്ജർ എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ, ശരിക്കും കർഷക വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് സീക്കർ എന്നൊക്കെ പറയുന്ന, സീക്കറിലെ മറ്റേ ഇടതുപക്ഷത്തിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു ജാട്ട് വിഭാഗമാണ്. അവിടുത്തെ ഒരു പ്രാദേശിക ജാട്ട് വിഭാഗമാണ്. ഒന്നടങ്കം അവിടുത്തെ കർഷകരായിട്ടുള്ള ആളുകളാണ് ഈ CPMന്റെ കൂടെ നിന്ന്. അവരൊക്കെ ഈ പറഞ്ഞ കർഷക സമരത്തിന് തുടക്കം കുറിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പം ആ വിഭാഗങ്ങൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി എന്നുള്ളത് വലിയ പങ്കുവച്ചിട്ടുണ്ട്. അത് വലിയ പ്രാധാന്യത്തോടെ കൂടി നമ്മൾ അടിയവരായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ കോൺഗ്രസ്സിലുണ്ടായിട്ടുള്ളൊരു മാറ്റം, അതിൽ ഞാൻ കാണുന്ന ഏറ്റവും വലിയ മാറ്റം മല്ലികാർജ്ജുന ഖാർഗെയാണ്. മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ് കോൺഗ്രസ്സിന് ഒരു അച്ചടക്കം, അതെ,
ഒരു അച്ചടക്കമുണ്ടായി, അതിനൊരു ഡൈനാമിക്കായി പാർട്ടി. അത് സാധ്യതകളെക്കുറിച്ച് ഇപ്പം നമ്മൾ മറ്റേ ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഈ മറ്റേ 3 തെരഞ്ഞെടുപ്പുകളിൽ തോൽവി ഉണ്ടായ ദിവസം അന്ന് വൈകിട്ട് യോഗം വിളിച്ചു. സാധാരണഗതിയിൽ കുറച്ച് കാലമായിട്ട് കോൺഗ്രസ് ഒരു നിരാശയിൽ അങ്ങ് വീണു പോവുകയാണ്. ഈ തോൽവി വിഷയം പഠിക്കും അന്ന് വെച്ചിട്ട് ഇന്ത്യ മുന്നണിയിലെ വിവിധ ആളുകളെ കാണുന്നു, എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്നു, അടുത്ത സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ കോൺഗ്രസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കയ്യിൽ പെടാതെ നിൽക്കാതെ പോയ 1-2 കാര്യമുണ്ട്. ഉദാഹരണത്തിന് അവസാന നിമിഷം ഡൽഹിയിൽ ഈ അരവിന്ദർ ലവ്ലി എന്ന് പറയുന്ന അവരുടെ പാർട്ടി പ്രസിഡന്റ് രാജിവെച്ച് അങ്ങോട്ടേക്ക് പോയി. ഒരുപക്ഷെ അത് സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ പെട്ടെന്നൊരു ഓർഗനൈസേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഡൽഹിയിലും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടാക്കാനായിട്ട് കോൺഗ്രസിന് സാധിച്ചത്. അത് വളരെ സ്ട്രോങ് ആയിട്ട് അവർ ചെയ്തു. ഇപ്പം അലഹബാദിൽ 1984 ശേഷം കോൺഗ്രസ് ജയിക്കുന്ന 40 കൊല്ലമായി. എന്ന് വെച്ചാൽ ഈ പണ്ട് ലാൽ ബഹദൂർ ശാസ്ത്രി മറ്റൊക്കെ ജയിച്ചിരുന്ന മണ്ഡലമാണ്. അത് 84 അവസാനം അമിതാഭ് ബച്ചനായിരുന്നു ജയിച്ചത് 84. അതിനുശേഷം 40 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ കോൺഗ്രസ് ജയിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ളൊരു വ്യത്യാസം ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് സംഘടനാപരമായിട്ട് ഇവര് ഭയങ്കര ഉത്സാഹമായി സംഭവത്തിനുണ്ടായി. അത് രാജസ്ഥാനിൽ നല്ല പ്രകടമായിട്ട് കാണായിരുന്നു. ഗുജറാത്തിൽ ഒരു സീറ്റ് അത് നിസ്സാരമല്ല. കർണാടകയിൽ 9 സീറ്റ്. അത് 2009 ശേഷമാണ്. വലിയ മുന്നേറ്റമാണ്. മാത്രമല്ല ഇപ്പം അലയൻസിൽ ഇപ്പം UP-ലും ബീഹാറിലും അവരൊരു ജൂനിയർ പാർട്ണറായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനില് അവര് മറ്റേ ഭാരതീയ ആദിവാസി പാർട്ടി CPM ഓരോ സീറ്റ് കൊടുത്തിട്ട് ഇതേ ഒരു സാധനം ഒരുപക്ഷെ 2023 ഡിസംബറിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവർ പ്രകടിപ്പിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ സിറ്റുവേഷൻ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ സാധനം. അതാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വ്യത്യാസം. അതാണ് ഖാർഗെ ഉണ്ടാക്കിയുള്ള ഡിഫറൻസ്. അതിൽ തെറ്റുപറ്റിപ്പോയി. അപ്പൊ സൊല്യൂഷനാണ് അത് പരിഹരിച്ചു. അല്ല, ഇതിപ്പോ സംഘടനാപരമായി ഖാർഗെയുടെ ഒരു ലീഡർഷിപ്പ് ഈ തരത്തിൽ കോൺഗ്രസിനെ വലിയ തോതിൽ ഒന്നിച്ചു കൊണ്ടുപോകുന്നതിൽ വലിയ പങ്കുവച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയുടെ ഒരു ഇമ്പാക്റ്റും നമ്മൾ കാണാതെ പോവരുത് എന്നുള്ളത് തന്നെയാണ്. രാഹുൽ ഗാന്ധിയെ നേരത്തെ പക്ഷേ ഇപ്പം നമ്മൾ റെട്രോസ്പെക്റ്റീവ് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഈ ഐഡിയാസ് പലപ്പോഴും നടപ്പിലാക്കാൻ പറ്റാതെ പോയത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സംഘടനാ സെറ്റപ്പിന്റെ കുഴപ്പമുണ്ടായിരുന്നു. ഇപ്പൊ ഭാരത് ജോഡോ യാത്ര പോലുള്ള അദ്ദേഹത്തിന്റെ പരിപാടികൾ യഥാർത്ഥത്തിൽ വളരെ ഇമാജിനേറ്റീവ് ആയിട്ടുള്ള പരിപാടികളായിരുന്നു. നമ്മളതിൽ നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൽ നിന്ന് ഈ പറയുന്ന ഈ സോക്കോൾഡ് മെയിൻ സ്ട്രീം മീഡിയയൊന്നും തന്നെ അത് മീഡിയയ്ക്ക് വേണ്ടി നടത്തിയ ഒരു യാത്ര ആയിരുന്നില്ല. മെയിൻ സ്ട്രീം മീഡിയയ്ക്ക് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു എൻട്രി അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് ആളുകളുമായി കണക്ട് ചെയ്തുകൊണ്ട് നടത്തിയൊരു യാത്രയായിരുന്നു. അതിന് ശരിക്കും ഒരുപക്ഷെ ഇപ്പോൾ സേതു പറഞ്ഞ പോലെ റിട്രോസ്പെക്റ്റീവായി നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അതിന് വലിയ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മളതിന് കാണേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം സംഘടനാ തലത്തിലുള്ള ഒരു ചട്ടക്കൂട് ഭദ്രമാക്കുന്നതിലും ഒക്കെ തന്നെ സംഘടനാ ലീഡർഷിപ്പ് എന്ന നിലയിൽ ഖാർഗെ പ്രവർത്തിച്ചപ്പോൾ ആളുകളുമായി വൈകാരികമായി കണക്ട് ചെയ്യുന്നതിൽ രാഹുൽ ഗാന്ധിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെ, കാരണം ഇന്ത്യൻ രാഷ്ട്രീയം ഇന്ന് വൈകാരികതയുടെ പുറത്താണല്ലോ. 2014 മുതൽ മോഡി വിറ്റുകൊണ്ടിരിക്കുന്നത് ഈ വൈകാരികതയാണ്. അപ്പോൾ ആളുകളുടെ കപടമായിട്ടുള്ള ഈ റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഒരു വൈകാരികതയുടെ പുറത്താണ് രാഷ്ട്രീയം നിന്ന് പോകുന്നത്. അപ്പോൾ ഒരുപക്ഷെ അതിൻ്റെ ഒരു മർമ്മം കണ്ടറിഞ്ഞ് തന്നെ വേറൊരു തരത്തിൽ ആളുകളുമായിട്ട് വൈകാരികമായൊരു കണക്റ്റ് ഉണ്ടാക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിച്ചു. അതൊരു പരിധി വരെയെങ്കിലും അതിൽ വിജയിച്ചു എന്ന് തന്നെ വേണം കാണാൻ. എനിക്ക് തോന്നുന്നു ഈ മോഡി പലവട്ടം പലതരത്തിൽ പ്രകോപിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതായത് ഈ 2014 ഇലക്ഷൻ്റെ സമയത്തുണ്ടായിരുന്ന ഈ വെറുപ്പിൻ്റെ മറ്റേ ഇതെന്നുള്ളൊരു ഇതുണ്ടല്ലോ, അത് അന്ന് BJPക്ക് വലിയ ഗുണം ചെയ്തതാണ്. സോണിയാഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇതുണ്ടായത്. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രയോഗം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പല ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതിലൊന്നും വീണിട്ടില്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വീണ്ടും ആവർത്തിച്ച് മറ്റേ അഴിമതി പ്രശ്നങ്ങൾ പറഞ്ഞു, അദാനി ഇഷ്യൂ പറഞ്ഞു, വിലക്കയറ്റം പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഈ 1 കോടി തൊഴിലവസരം എന്ന് പറഞ്ഞ കാര്യം, പിന്നെ ഉള്ളവരും ഇല്ലാത്തവരും തമ്മിൽ അകലം കുറയ്ക്കുമെന്നുള്ള പറഞ്ഞിട്ടുള്ള കാര്യം. എനിക്ക് തോന്നുന്നു അവരുടെ മറ്റേ പ്രകടന പത്രിക വളരെ ഭാവനാത്മകമായ ഒരു പ്രകടന പത്രികയായിരുന്നു കോൺഗ്രസ്
കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ അതേ മാർഗം പിന്തുടർന്നിട്ടാണ് അഖിലേഷ് യാദവ് സംസ്ഥാനത്തുടനീളം ഈ ബസ്സിൽ മറ്റേ യാത്ര നടത്തിയത്. ഈ ബസ്സിലിന്റെ പുറത്ത് എഴുതി വെച്ചിരുന്നത് ഈ ജാതി സെൻസസ് ആണ് ഇനിയുള്ള സാമൂഹ്യ മറ്റേ നമ്മുടെ സാമൂഹിക നവീകരണത്തിനുള്ള മാർഗം, ഒരേ ഒരു മാർഗം ജാതി സെൻസസ് ആണെന്ന് വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചു. ഇതും ഈ ജാതി സെൻസസ് ചർച്ചയും ഈ രാഹുൽ ഗാന്ധി തുടങ്ങി വെച്ചിട്ടുള്ളൊരു ചർച്ചയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ആണ് വലിയ പ്രചാരം അതിന് കൊടുത്തത്. അത് വളരെ ഗംഭീരമായിട്ട് യു പിയിലെ ഈ ജാതി സെൻസസ് ചർച്ച ഗുണം ചെയ്തു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ഒരു പറയുന്ന ഒരു കരിഷ്മയും പിന്നെ ഈ സൂക്ഷ്മമായ അവിരാമമായ പ്രവർത്തനവും ഗുണം ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ വീണ്ടും ഒന്നുകൂടെ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഹിന്ദുത്വവും അതിദേശീയതയും ആണ് രാഷ്ട്രീയത്തെ നിർണ്ണയിക്കുന്നു എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് വീണ്ടും നമ്മൾ ബേസിക്സിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ ഈ ഒരു ആർട്ടിക്കുലേഷൻ കൂടെ, അതായത് ഈ മണ്ഡൽ എന്ന് പറയുന്ന ഒരു സാധനത്തിലൂടെ വന്ന ഒരു രാഷ്ട്രീയം പുതിയ രൂപത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ടോ? അല്ല, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു സൂചനകൾ ഇപ്പോൾ കാണുന്നത്. കാരണം ഈ OBC വോട്ടുകളായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് BJPക്ക് ഇതൊരു ഇതിലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് വളരെ സൂക്ഷ്മമായിട്ട് ഇപ്പോൾ കേരളത്തിലടക്കം അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവർ പലപ്പോഴും അരുൺ ജെയ്റ്റ്ലിയൊക്കെ ഈ പറഞ്ഞ രീതിയിൽ ഡീബ്രീഫിങ്ങിലൊക്കെ നമ്മളോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അതെ, ഞാൻ പറയുന്നത് അതൊക്കെ അത് തന്നെയാണ് അവർ എത്രയോ കാലമായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അത്. പക്ഷേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ഒരു സ്റ്റക്കായി. കാരണം ഇത് ആവർത്തിച്ച് പറഞ്ഞ് ഈ ഹിന്ദു മുസ്ലിം വൈര്യവും ഈ രാമക്ഷേത്ര വികാരവും അത് ആളുകൾക്ക് അത് ഇനഫ് എന്നുള്ളൊരു പോയിന്റിലെത്തി. പക്ഷെ അടിസ്ഥാനപരമായിട്ട് തൊഴിലില്ലായ്മ നിലനിൽക്കുന്നുണ്ട്, പട്ടിണി നിലനിൽക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ബാക്ക് ടു ദ ബേസിക്സ് എന്ന് പറയുന്ന ഈ ആരക്ഷണിലേക്കും മറ്റേ സംവിധാനത്തിലേക്കും തിരിച്ചു പോകാതെ ജീവിക്കാനായിട്ടുള്ളൊരു വഴിയില്ല എന്നുള്ള കാര്യം. അതിൻ്റെ ഇന്നലെ ഞാൻ ഇന്നത്തെ കണക്ക് എനിക്ക് കൃത്യം അറിഞ്ഞൂടാ. ഇന്നലെ ഒരു ഇത് കേട്ടതെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2014 2019 ഇന്ത്യയിലെ മറ്റേ SC ST റിസർവ്ഡ് പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിൽ 154 എത്രയാണോ ഉള്ളത്, അതിൽ 136 എണ്ണവും കഴിഞ്ഞ തവണ 2019 BJPക്കായിരുന്നു. ഇത്തവണ അതിൽ 96 എണ്ണത്തിലും ഇന്ത്യ മുന്നണി ലീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ദളിത് വോട്ടിനകത്ത് വന്നിട്ടുള്ള വലിയ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഷിഫ്റ്റ് ആണെന്നുള്ള ഒരു നിലയിലുള്ള സാധനമുണ്ട്. നമുക്കിനിയെ വരേണ്ടത് മെയിനായിട്ട്, അത് പ്രത്യേകിച്ച് ഷാഹിനയുടെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ടാണ് ഈ മീഡിയയുടെ റോളായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തേക്ക് ഈ ഹിന്ദുത്വ അജണ്ടയും അല്ലെങ്കിൽ മോഡിയുടെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള വ്യക്തിപ്രഭാവത്തിനെ സസ്റ്റെയിൻ ചെയ്തത് ഒരു റോള് മീഡിയയിലായിരുന്നു. ഈ നിലയിൽ ഇനി ഇന്ത്യൻ മീഡിയയുടെ അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി അതിൻ്റെ ഏറ്റവും ഒരു താഴെ പോയിന്റിലുമാണ്. ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും ഇനിയുള്ള മാറ്റം? ഇപ്പം തന്നെ ആ മാറ്റം കണ്ടു തുടങ്ങി എന്നാണ് നമ്മൾ TV ഒക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് കഴിഞ്ഞ ഒരു 10 വർഷമായി സമ്പൂർണ്ണമായി ഗോഡി മീഡിയയായി മാറിക്കഴിഞ്ഞ മെയിൻ സ്ട്രീം മീഡിയ ചെറിയ തോതിൽ, അതായത് മീഡിയ ഈ പറയുന്ന ചാനലുകളുടെ കാര്യത്തിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഈ ഇന്ത്യയിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലായിട്ട് ഇനി BJP അല്ല, ഈ ഇന്ത്യ മുന്നണിയാണ് ഒരു സർക്കാർ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. ഇന്ത്യ മുന്നണി മറ്റ് പല സഖ്യങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സർക്കാർ ഉണ്ടാക്കിയാൽ അതിന് പിറ്റേന്ന് മുതൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ അവരുടെ പ്രാഥമികമായ ധർമ്മത്തിലേക്ക് തിരിച്ചു പോകും. അതായത് എസ്റ്റാബ്ലിഷ്മെന്റിനെതിരായി സംസാരിക്കുക, സർക്കാരിനെ നിരന്തരം ചോദ്യം ചെയ്യുക എന്നതിലേക്ക് അവർ തിരിച്ചു പോകുമെന്ന് ഉറപ്പാണ്. അപ്പം മുഖ്യധാരാ മാധ്യമങ്ങളുടെ ഒരു അവസ്ഥ അതാണ്. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, ഇന്ത്യയിൽ ഈ തരത്തിൽ ഉള്ള ഒരു റിസൾട്ട് ഉണ്ടാക്കിയതിൽ ബദൽ മാധ്യമങ്ങൾക്കുള്ളൊരു പങ്ക്, പ്രത്യേകിച്ചും ഇപ്പോൾ ധ്രുവരാഠിയൊക്കെ പോലെയുള്ള ഹിന്ദി ഹാർട്ട്ലാൻഡ്സിലേക്ക് പെനട്രേറ്റ് ചെയ്ത് കയറാൻ കഴിഞ്ഞ യൂട്യൂബർമാരടക്കമുള്ള ഒരു വിഭാഗത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അവർ 2 ധർമ്മങ്ങളാണ് നിർവഹിച്ചത്. ഒന്ന്, ഈ പറയുന്ന മോഡി സർക്കാരിൻ്റെ അവകാശവാദങ്ങളെ എക്സ്പോസ് ചെയ്തു. 2, മുഖ്യധാരാ മാധ്യമങ്ങളുടെ ആ തകർന്നടിഞ്ഞ വിശ്വാസ്യതയെ മുഖ്യധാരാ മാധ്യമങ്ങൾ ജനങ്ങളുടെ കൂടെയല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ബോധ്യപ്പെടുത്തുന്ന പ്രവർത്തനവും. ഈ 2 റിസൾട്ടാണ്
ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഈ ഹിന്ദി ഭാഷയിലുണ്ടായിട്ടുള്ള യൂട്യൂബർമാരുടെ അവരുടെ ഒരു റോൾ എന്ന് പറയുന്നതാണ്. ഇത് എനിക്ക് തോന്നുന്നു ശ്രീത്തിന് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ഒബ്സർവ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഈ പറയുന്ന ധ്രുവരാട്ടിയെ കൂടാതെ വേറെയും ധാരാളം യൂട്യൂബർമാർ ആ രൂപത്തിൽ ഇവർ വളരെ ക്യാപ്സൂളുകളായിട്ട് ക്രിസ്പ് ആൻഡ് പ്രിസൈസ് ആയിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്ന പോലെ വളരെ ലളിതമായ ഭാഷയിൽ സാമ്പത്തിക ശാസ്ത്രമടക്കം ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു പ്രവർത്തനം. ഇതിന് ശരിക്കും നമ്മളുടെ മാധ്യമപ്രവർത്തകർക്ക് തന്നെ ധാരാളം പഠിക്കാനുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രവർത്തനം മാത്രമല്ല, അവരൊരു പൊതു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരാരും മിക്കവാറും ആളുകൾ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് അവരെ ബ്രാക്കറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. അവർ മിക്കവാറും ആളുകൾ ഈ പറയുന്ന ഒരു സവർണ ഹിന്ദു വിഭാഗത്തിൽ നിന്ന് തന്നെയുള്ള ആളുകളാണ്. ഹിന്ദി ഹാർട്ട്ലാൻഡിൽ നിന്നുള്ള ആൾക്കാരാണ്. അതിസുന്ദരമായി ഹിന്ദി സംസാരിക്കുന്ന മനുഷ്യരാണ്. അപ്പോൾ അത് കാരണം തന്നെ ഇവർക്ക് ആളുകളിലേക്ക് പെട്ടെന്ന് കടന്നു കയറും. ഇപ്പോൾ പഴയ ജേർണലിസ്റ്റുകളായിട്ടുള്ള അഭിസാർ ശർമ്മ, ഈ മറ്റേ പുണ്യപ്രസൂൺ ബാനർജി, പിന്നെ ചെറുപ്പക്കാരനായിട്ടുള്ള ദേശഭക്ത് എന്നുള്ള പേരിൽ ചാനൽ നടത്തുന്ന ആകാശ് ബാനർജി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ഇവർക്കൊക്കെ ഉള്ളൊരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വളരെ സ്ട്രോങ് ആയിട്ട് സംസാരിക്കും, വളരെ എളുപ്പത്തിൽ സംസാരിക്കും. പിന്നെ ഇവർ മുഴുവൻ ഉപയോഗിക്കുന്ന ചിത്രങ്ങൾ, ഡാറ്റകൾ, ഇത് മുഴുവൻ ആളുകൾക്ക് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. തിയററ്റിക്കലായിട്ടല്ല സംസാരിക്കുന്നത്, മാത്രമല്ല ഹാർഡ് ഹിറ്റിംഗ് ആയിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ധ്രുവറാട്ടി പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ആ പ്രദേശങ്ങളിൽ ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് തനിക്ക് ബന്ധമുണ്ട് എന്ന് മോഡി പറയുന്നതിൻ്റെ ഒരു സീരീസ് ഓഫ് മറ്റേ ഷോർട്സ് ആദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വേറൊരു ഇതും വേണം. എന്ന് വെച്ചാൽ കള്ളനാണ് ഇയാൾ എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്ന എക്സ്പോസ് ചെയ്യപ്പെടുന്ന ഒരു സാധനമാണ്. എനിക്ക് തോന്നുന്നു ഇതുവരെ ഒരാളും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റെന്താ കോൺഗ്രസോ മറ്റേതെങ്കിലും പാർട്ടിക്കാരോ ഒന്നും അതിന് മെനക്കെട്ടിട്ടില്ല. ഇത് എളുപ്പത്തിൽ ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു. എനിക്ക് ബുദ്ധനുമായിട്ട് ബന്ധമുണ്ടായിരുന്നു. അതെ, ബുദ്ധനായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. ചൈനയുമായിട്ട് അവിടെ ചെന്നിട്ട് ചൈനയുമായിട്ട് എന്തോ കരാർ ഒപ്പിടുന്ന സമയത്ത് എനിക്ക് ചൈനയുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് പറയുന്നു. എനിക്ക് മറ്റേതായിട്ട് ചെയ്യുന്നു. ഒറീസയിൽ ചെന്നിട്ട് ഒറീസ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാക്കുന്നു പറയുന്നു. കർണാടകയിൽ ചെന്നിട്ട് ഒരു പ്രശ്നവുമില്ലാതെ കർണാടക ഇന്ത്യയിൽ നമ്പർ 1 സംസ്ഥാനമാക്കുന്നു പറയുന്നു. ഓരോ ദിവസം ഇടപെട്ടിട്ടാ നേരെ അങ്ങനെ ഓരോ സ്ഥലത്തും എങ്ങനെയാണ് ഈ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് സംസാരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യുന്നു. അതൊക്കെ ഏറ്റവും എളുപ്പത്തിലേക്ക് ആൾക്കാരിലേക്ക് എത്താൻ പറ്റി. പിന്നെ മറ്റത് ആളുകൾക്ക് അരഗൻസ് മടുക്കുകയും ചെയ്തു. ഈ നാഷണൽ മീഡിയയുടെ ഈ പറയുന്ന വീണ്ടും വീണ്ടും ഇങ്ങനെ ഒരു പറയുന്ന ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ മോഡിയോട് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യ വിട്ടു പോകുമെന്ന് പറയുന്നത് ജേർണലിസ്റ്റുകളാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഇയാളല്ലേ നമ്മുടെ അർണബ് ഗോസ്വാമി ആക്രോശിക്കുകയല്ലേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആർക്കും മറ്റേ മോഡി എതിർത്തിട്ട് ജീവിക്കാൻ പറ്റില്ല, അതിന്റെ കാര്യമില്ല, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നടന്നാൽ മതി എന്ന് പറയുന്ന ആ രീതിയിൽ. അതെ, ഇത് ഈ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് തികച്ചും ഏകപക്ഷീയമായി പക്ഷം പിടിച്ചുകൊണ്ടുള്ള വെറും പ്രസംഗങ്ങളായി മാറിക്കഴിഞ്ഞിട്ട് എത്രയോ കാലമായി വെറും പ്രൊപ്പഗാൻഡ. നമ്മൾ കഴിഞ്ഞൊരു 10-15 വർഷത്തിനിപ്പുറമുള്ള ഒരു ഇതെടുത്ത് നോക്കി, പ്രത്യേകിച്ച് ഒരു 10 വർഷത്തിനിപ്പുറമുള്ള ഒരു മാധ്യമങ്ങളുടെ ഒരു ചരിത്രം എടുത്ത് നോക്കിയാൽ ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരൊറ്റ വാർത്തയുണ്ടോ? ഒരു സിംഗിൾ വാർത്തയില്ല. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജ്യത്തെ പിടിച്ചു കുലുക്കിയ ഇലക്ട്രൽ ബോണ്ട് അടക്കമുള്ള വാർത്തകൾ പുറത്തു കൊണ്ടുവന്നത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തകരും ഇവിടുത്തെ മറ്റു ബദൽ മാധ്യമങ്ങളുമാണ്. അപ്പം ആ ലെഗസി അങ്ങ് പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യമാണ് മുഖ്യധാരാ മാധ്യമങ്ങൾക്കുള്ളത്. പക്ഷേ വളരെ സമീപകാലത്ത് നമ്മൾ കണ്ട ഈ ഒരു പ്രവണത, അതായത് കോർപ്പറേറ്റുകളിൽ വരുന്ന മാറ്റങ്ങളുടെ ഒരു സൂചന, ഇപ്പോൾ CTVയുടെ തലപ്പത്തുണ്ടായ മാറ്റം, ഇത് ഇങ്ങനെ ഒരു മാറ്റം ഇന്ത്യയിൽ വന്നു തുടങ്ങുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് കിട്ടി തുടങ്ങുന്നുണ്ട്. എവിടെയോ എന്തൊക്കെയോ മാറുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ മാറിക്കഴിയുമ്പോൾ ഇവർ വീണ്ടും പഴയ റോളിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഒരാൾ എനിക്കൊരു വാട്സാപ്പിൽ ഇട്ടിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന ഒരു സ്റ്റോറി, മോഡി എങ്ങനെയാണ് നഷ്ടമായെന്ന് പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് അദ്ദേഹം കമന്റ് ചെയ്തിട്ടുണ്ട്, അത് ടൈംസ് ഓഫ് ഇന്ത്യ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് സംതിങ്. അതെ, ടൈംസ് ഓഫ് ഇന്ത്യ അവസാനം എഴുതിയത് എന്തിനെ കുറിച്ചാ? ആദർശ് ഫ്ലാറ്റ് കുംഭകോണം ഒക്കെയാണ്, കൊല്ലത്രേ. അതിനുശേഷം അവരെന്താ എഴുതിയിട്ടുള്ളത്? അപ്പൊ അതാണ് അതിന്റെ വ്യത്യാസം. പക്ഷെ ഇതെല്ലാം നമ്മൾ പറയുമ്പോഴത്തേക്കും 294 എന്ന് പറയുന്ന മാജിക് നമ്പരുമായിട്ട് NDA തന്നെ അധികാരത്തിൽ വരുമെന്ന് ഏതാണ്ട് ഉറപ്പാണ്. എങ്ങനെ കാണുന്നു ഈ ഒരു സംഭവത്തെ? കാരണം മോഡി എന്ന് പറയുന്ന പ്രധാനമന്ത്രി 2014 മുതൽ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൻ ഭരണമായിരുന്നു.
2014 വരെ പാർട്ടി അമിത്ഷായും ഭരണം മോഡി എന്നുള്ളതായിരുന്നു. ഇപ്പം രണ്ടും പേരും ചേർന്നാണ് നടത്തുന്നത്. ഇതിനകത്തുനിന്ന് എങ്ങനെയുള്ള ഈ പുതിയ, കാരണം അവർക്ക് പരിചയമില്ലാത്തൊരു സാധനമുണ്ട്, ഒരു കൂട്ടുകക്ഷി ഭരണം. പ്രത്യേകിച്ച് 2 സ്ട്രോങ് ആയ റീജിയണൽ ലീഡേഴ്സാണ് ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും. അവരും എങ്ങനെയായിരിക്കും ഇതിനെ ഡീൽ ചെയ്യുക? അല്ല, ഞാനൊരു 2 തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ് ഞാൻ കാണുന്നത്. ഒന്ന്, ഇതേപോലൊരു സഖ്യകക്ഷികൾ വരുമ്പോൾ, പ്രത്യേകിച്ചും തെലുഗുദേശവും JDU പോലെയുള്ള പാർട്ടികൾ, 2 പാർട്ടികളും ഇതേപോലൊരു പല ആളുകളുടെയും UPയുടെയും NDAയുടെയും കൂടെ പലവട്ടം മാറി ഇരുന്നിട്ടുള്ള ആളുകളാണ്. ബാർഗെയിനിങ്ങിൻ്റെ ആൾക്കാരുമാണ്. ഏതൊക്കെ തരത്തിൽ ബാർഗെയിൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അങ്ങനൊരു ധാർമ്മികമായിട്ട് അടിയുറച്ച് നിൽക്കുന്ന ആൾക്കാരോ ഇപ്പോൾ നാളെ NDAയിൽ നിന്ന് വിട്ട് UPയിലേക്ക് പോകാനൊന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്ത ആളുകളാണ്. അത് കാരണം തന്നെ അവർക്ക് വളരെ പ്രധാനമായിരിക്കും. മാത്രമല്ല, ഈ പ്രധാനപ്പെട്ട 3-4 വകുപ്പുകൾ, ഇപ്പോൾ ധനം, ആഭ്യന്തരം, വിദേശം, പ്രതിരോധം, ഈ 4 വകുപ്പുകളാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ക്യാബിനറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ. ഇതിൽ ഒരു പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും പ്രതിരോധം അടക്കമുള്ള വകുപ്പുകൾ ഒരുപക്ഷെ ചോദിക്കാനായിട്ട് ഇവർ ചോദിക്കാനായിട്ട് വഴിയുണ്ട്. അത് എത്തരത്തിൽ ഒരു പ്രതിസന്ധിയിലാണ്. അതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് BJPയുടെ അകത്തുള്ള ആഭ്യന്തരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. കാരണം അമിത്ഷായും മോഡിയും പറയുന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ എത്രയോ വർഷമായിട്ട്. അതെ, ഇപ്പം അതല്ല സ്ഥിതി. പ്രത്യേകിച്ച് RSS വളരെ അസംതൃപ്തി ഈ പോക്കിലുണ്ടായിരുന്നു എന്നുള്ളതുണ്ട്. RSSന് ഇത്തരം ഒരു ചെറിയ ജയമേ ആവശ്യമുള്ളൂ എന്നുള്ളൊരു മട്ടുണ്ടായിരുന്നു എന്നും പൊതുവെ അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഇവരുടെ പല ആളുകളും ഇൻസൈഡേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആളുകൾ, ഒന്ന് നിതിൻ ഗഡ്കരി, 2 നമ്മുടെ പഴയ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, ഇവർ 2 പേരും ഒരു ശക്തമായ നിലയിലേക്ക് തിരിച്ചു വരാൻ. നിതിൻ ഗഡ്കരി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഏറ്റവും കൂടുതൽ ഒതുക്കപ്പെട്ടിരുന്ന ഒരാളായിരുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട്. പക്ഷേ വീണ്ടും RSSൻ്റെ ആശീർവാദത്തോടുകൂടി നിതിൻ ഗഡ്കരി വരികയാണെങ്കിൽ, ഇപ്പോൾ പലതരത്തിൽ ഇപ്പോൾ ഹിന്ദി ചാനലുകളൊക്കെ പലരും നിതിൻ ഗഡ്കരിയുടെ ഒരു സാധ്യതകളെക്കുറിച്ച് പോലും ഇന്നലെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ശിവസേന തുടങ്ങിയിട്ടുള്ള ആളുകൾ നിതിൻ ഗഡ്കരിയെ ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കാരണം മഹാരാഷ്ട്ര വികാരം വ്രണപ്പെട്ടിരിക്കുകയാണ്. അത് അവർക്കറിയാം. മഹാരാഷ്ട്ര വികാരം വ്രണപ്പെടുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ മഹാരാഷ്ട്ര എന്നുള്ള നിതിൻ ഗഡ്കരി ഇനി അവഗണിച്ചുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. അതേപോലെ മുഴുവൻ സീറ്റ് പിടിച്ചിട്ടാണ് മധ്യപ്രദേശിൽ നിന്ന് ശിവരാജ് സിംഗ് ചൗഹാൻ വരുന്നത്. അത് വലിയ മാറ്റം ഉണ്ടാകും. അങ്ങനെ പുതിയ ഒരു പ്ലെയേഴ്സ് BJPയുടെ അകത്തുണ്ടായി വരും. അതേപോലെ തന്നെ ഈ JDUവും ചന്ദ്രബാബു നായിഡുവും ഭരിക്കുന്ന ആളുകൾക്ക് തലവേദനയായിരിക്കും മിക്കവാറും ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെ ട്രാക്ക് റെക്കോർഡ് അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മാത്രമല്ല, പ്രതിപക്ഷം വളരെ സ്ട്രോങ് ആയിട്ടൊരു പ്രതിപക്ഷമാണ് ഉണ്ടായിരുന്നത്. മറ്റേ അഖിലേഷിൻ്റെ ആളുകൾ 99 കോൺഗ്രസ്സുകാർ, DMKയുടെ സാന്നിധ്യം, മമതാ ബാനർജിയും സംഘവും, ഇത് വൻ പ്രതിപക്ഷമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടോൾ ലീഡേഴ്സാണ് അവിടെ വന്ന് ഇരിക്കാൻ പോകുന്നത്. പിന്നെ ഈ പറഞ്ഞ മഹുവ മൈത്രയൊക്കെ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് തിരിച്ചു വരുന്നത്. അപ്പം ഏത് തരത്തിലും ഇവർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ പാർലമെൻറ്റിൽ പ്രശ്നമുണ്ടാക്കാനും ബഹളമുണ്ടാക്കാനും ചോദ്യങ്ങൾ ഉന്നയിക്കാനും കെൽപ്പുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടാവുക എന്ന് പറയുന്നത് അതിലും ഗംഭീരമായിട്ട് നമുക്ക് ജനാധിപത്യത്തിൽ മറ്റൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ആരിപ്പോൾ ഇവർ ഗവൺമെൻറ് ഉണ്ടാക്കിയാലും ഒരു മെച്ചപ്പെട്ട ഒരു സമൂഹം നമുക്കുണ്ടാകും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്കിപ്പോൾ സത്യത്തിലുള്ളൊരു ആശങ്ക, നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന ഇന്ത്യ മുന്നണിയിലുള്ള ആരാണ് അപ്പുറത്തേക്ക് പോകില്ല എന്ന് നമുക്ക് 100% ഉറപ്പിക്കാം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് തമിഴ്നാടിൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി ഒരു പക്ഷേ DMKക്ക് മുമ്പത്തെ പോലെ ഒരു തീരുമാനം എടുക്കാനും BJPയുമായി ഒരു സഖ്യം ഉണ്ടാക്കാനൊന്നും ഇനി സാധ്യമല്ല. ഇനി അങ്ങനെ ഒരു തിരിച്ചുപോക്ക് DMKക്ക് സാധ്യമല്ല എന്നൊരു സാഹചര്യം തമിഴ്നാട്ടിലുണ്ട്. പക്ഷെ മറ്റ് പലയിടത്തെയും സാഹചര്യം നോക്കുമ്പോൾ നമുക്കതൊന്നും ഉറപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആശങ്ക കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. NDA മുന്നണിക്ക് ഉള്ള പ്രശ്നങ്ങൾ പോലെ തന്നെ ഇന്ത്യ മുന്നണിക്കകത്തും പ്രശ്നങ്ങൾ രൂപപ്പെടാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ അകത്ത് ഞാൻ അങ്ങനെ ഒരു ഗൗരവമുള്ള പ്രശ്നമായിട്ട് കാണുന്നത് മറ്റേ ഇതേപോലെ ശരത് പവാറും മറ്റേ ശിവസേനയും മാത്രമാണ്. SP ആയിക്കോട്ടെ, RJD ആയിക്കോട്ടെ, തൃണമൂൽ ആയിക്കോട്ടെ, DMK ആയിക്കോട്ടെ, ഇവരെ ആർക്കും
എളുപ്പമല്ല അവർക്ക് അങ്ങോട്ടേക്ക് പോകാൻ. മാത്രമല്ല അവർക്ക് ദീർഘകാലമായിട്ടുള്ള അതിന് യഥാർത്ഥത്തിൽ മമതാ ബാനർജി മാത്രമേ ഉള്ളൂ ഈ ഗുജറാത്ത് വംശഹത്യക്ക് ശേഷം BJP-ക്കൊപ്പം പോയിട്ടുള്ള ആള്. പക്ഷെ മമതാ ബാനർജിയെ സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ കോർ വോട്ട് ബേസ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളാണ്. അപ്പൊ അത് കാരണം തന്നെ അതിനെ വിട്ടിട്ട് ഒരു കളി കളിക്കാനും വളരെ അജയ്യമായെന്ന് പറയാവുന്ന തരത്തിലുള്ള റിസൾട്ടാണ് അതെ വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കിയത്. അപ്പൊ അവർക്ക് ഇനി അവരെക്കാൾ ലാർജർ ആയിട്ടുള്ള ഒന്നിന്റെയും കൂടെ പോകേണ്ട ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ത്യ മുന്നണി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് സോളിഡ് ആണെന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. പിന്നെ അതിനോടൊപ്പം തന്നെ ഈ പാർലമെന്റിലെ ഇതിനോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ പ്രതിപക്ഷം ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പാർലമെന്റിലും മറ്റുമായിട്ട് നിൽക്കുന്നത് മാത്രമല്ലല്ലോ, ഒരു സ്ട്രീറ്റ് രാഷ്ട്രീയം വരാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ പറയുന്ന ഇഷ്യൂസ് അല്ല, അൺഎംപ്ലോയ്മെന്റ്, ഇൻഫ്ലേഷൻ, കാർഷികരുടെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ അതുപോലെ നിൽക്കുകയാണ്. ഇതിന് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് സാമൂഹ്യ മുന്നേറ്റങ്ങൾ ഒരു പക്ഷേ ഉണ്ടാകാൻ സാധ്യതയുണ്ടാവും. കാരണം പഴയതുപോലെ അതിനെ കംപ്ലീറ്റ് ആയിട്ട് അടിച്ചമർത്താൻ പറ്റില്ല. നല്ല പ്രതിപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സഖ്യമുണ്ട്. ഇവർക്ക് ബുൾഡോസർ രാജ് പഴയതുപോലെ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അല്ല, നമ്മൾ വളരെ കൗതുകകരമായിട്ട് നമ്മൾ നോക്കുന്നൊരു കാര്യം, വരാനിരിക്കുന്നൊരു ലോക്സഭ കഴിഞ്ഞ ലോക്സഭയെ പോലെ, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭയിലാണെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റിൻ്റെ കാര്യമാണെങ്കിൽ ഒരു ഉപാധ്യക്ഷനില്ലാതെ കഴിഞ്ഞു പോയ 5 വർഷമാണ്. ഇങ്ങനെ നമ്മൾ തുടർന്ന് പോന്നിരുന്ന പല ജനാധിപത്യത്തിൻ്റെ പലതരം കീഴ്വഴക്കങ്ങളും അട്ടിമറിച്ചു. 100ഓളം MP-മാരെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ഉണ്ടാകാനുള്ള ഇപ്പൊ തന്നെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. നായിഡുവും നിതീഷ് രണ്ടു കൂട്ടരും സ്പീക്കർ പദവി ആവശ്യപ്പെടുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഈ പറയുന്ന നല്ല ബാർഗൈനിങ് ഉണ്ട്. നേരത്തെ തന്നെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ആരോ പറഞ്ഞു അമിത്ഷായെ ആഭ്യന്തരമന്ത്രി ആക്കരുതെന്ന്. അപ്പൊ അത് BJP-ക്ക് ആ നിലയിൽ BJP-ക്ക് എന്നല്ല ഞാൻ പറയുന്നത്, നരേന്ദ്രമോദിക്കും ഷായ്ക്കും അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യം ആയിരിക്കില്ല നടക്കും. അതെ, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ UP-യിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടിക്ക് ശേഷം യോഗി മോഡി ബന്ധം വളരെ വഷളാവുകയും അതൊരു BJP-ക്ക് വരുന്നൊരു തലവേദനയായിട്ട് മാറാവുന്ന ഒരു കേസും കൂടിയാണ് അത്. നമ്മളെപ്പോഴും പറയുമല്ല, വിവിധ അധികാര ബ്ലോക്കുകളുണ്ടല്ലോ ഒരു പാർട്ടിക്കകത്ത്. ആ പവർ ബ്ലോക്കുകൾ തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ ഇതുവരെ പുറത്തു വരാത്തത് ഇനി ഒരു പക്ഷേ പുറത്തു വരാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അതെ അതെ.